കാളഞ്ചി പാപ്പ എത്രയുണ്ട് കാളഞ്ചിന് തൂക്കം? 10,300. അല്ല നീ എന്താണ് കാളാഞ്ചിപ്പാപ്പ എന്ന് പിന്നെ നാട്ടുകാരിപ്പ അങ്ങനെയാണ് വിളിക്കുന്നത്. അതെ, ആൾക്കാരിപ്പ അങ്ങനെയാണ്, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ് പറയണത്. ഇപ്പൊ നമ്മ കാളാഞ്ചിയാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്, അതുകൊണ്ട് എല്ലാരും ഇപ്പൊ കാളാഞ്ചി പാപ്പ എന്നാണ് പറയണത്. പാഞ്ചി പാപ്പ എന്നൊക്കെ മാറി. അതായിക്കോട്ടെ. നമ്മള് കൂടുതൽ വിൽക്കുന്നതെന്ന് പറഞ്ഞത് ഈ കാളാഞ്ചിയാണ്. പുഴയിലെ രാജാവാണ്. നീ സിനിമ കാണാറുണ്ടാ? തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറുണ്ടാ? ആ, വല്ലപ്പോഴൊക്കെ പോവാറുണ്ട്. നീ അതെ ഈ മമ്മൂട്ടനും മോഹൻലാലിന്റെ ഒക്കെ പടം ഉണ്ടെങ്കിൽ നീ പോകൂലേ? ആ, അത് പോവും. അതെ, ഇപ്പൊ ലാസ്റ്റ് കൂടി ഞാനിപ്പോ സാറ്റലൈറ്റ് കണ്ടോളൂ. എന്തുകൊണ്ട് നീ അവരുടെ പടം കാണാൻ പോകുന്നത്? അതിപ്പോ മമ്മൂട്ടി മോഹൻലാലല്ലേ, അത് അവരുടെ പടം ഇറങ്ങിയാണെങ്കിൽ നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റും. എന്ന മാതിരി എഴുതിയതല്ലേ ഈ പുഴയെല്ലാം രാജാവാണ്. മലയാള സിനിമയിലെ ഈ മോഹൻലാലും ഈ മമ്മൂട്ടിയും രാജാക്കന്മാരാണെങ്കിലേ പുഴയിലെ രാജാവാണ് ഇത് കിടക്കണത്. അറിയാമോ? എപ്പോഴും കാളാഞ്ചി കിട്ടുന്ന പറഞ്ഞാല് അത് എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്.